ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ, ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം, കുറച്ചൊരു ആസ്തെറ്റിക് കോസി ലുക്കൊക്കെ ആവണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറേയൊക്കെ ഞാൻ തന്നെ DIY ചെയ്തു. അങ്ങനെ നമ്മളൊരു ഡെസ്ക് മേക്ക് ഓവർ ഇപ്പം അൾട്ടിമേറ്റ്ലി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിഫോർ എങ്ങനെയായിരുന്നു ഉള്ളതും അതുപോലെ തന്നെ ആഫ്റ്ററും ഇൻ ദ പ്രോസസ്സ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. അതുപോലെ ഈ വീഡിയോനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്, എനിക്കൊന്ന് 1 ഇയറിന് ശേഷമാണ് ഞാൻ യൂട്യൂബിലോട്ട് വീണ്ടും വരുന്നത്. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതല്ല. ഞാൻ എന്തായാലും ചെയ്യും, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ബിഗിനിങ് ഇങ്ങനെയാണ് കേട്ടോ. ബിഫോർ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. സിമ്പിളായൊരു ടേബിൾ, അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഷോക്കേസ് ആയിരുന്നു കേട്ടോ. അതൊരു ഷോക്കേസാണ്. ആ ഷോക്കേസിനെയാണ് ഞാൻ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പീൽ ആൻഡ് സ്റ്റിക്ക് വാൾ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ റൂം ടൂർ വീഡിയോ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഞാൻ ഇതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ബിഗിനിങ് എന്ന് പറയുന്നത് ലാമ്പ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലാമ്പ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലുള്ള സെയിം ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ആ ഒരു ലാമ്പ് തന്നെയാണിത്. ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, ഈ ഒരു ബുക്ക് ഷെൽഫാണ്. ഫസ്റ്റ്ലി ഞാൻ ഈ ടേബിൾ മേക്ക് ഓവർ എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഈ ഒരു ബുക്ക് ഷെൽഫാണ്. ബിക്കോസ് എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ കുറേ ആക്സസറീസ് എൻ്റെ കയ്യിലുണ്ട്, അപ്പം ഇതൊക്കെ വെക്കാൻ ഒരു സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു റാക്കായിട്ട് തന്നെ എനിക്കൊരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആമസോണിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ് ഈ ഒരു ബുക്ക് ഷെൽഫ്. ഞാൻ പർച്ചേസ് ചെയ്തത് ഷേപ്പാണ് കേട്ടോ. ഇതിൻ്റെ ട്രീ ഷേപ്പും വാൾനട്ടും അങ്ങനെ പല ഷേപ്സും ഷെയ്ഡും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വൈറ്റ് ഷെയ്ഡാണ് എടുത്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1099 റുപ്പീസാണ് കേട്ടോ. ഇത് ബുക്ക് ഷെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ സെല്ല് ചെയ്യുന്നതെങ്കിലും ഇത് ഒരുപാട് കിച്ചണിലെ പല സാധനങ്ങൾ വെക്കാനും അങ്ങനത്തെ കിച്ചൺ ഓർഗനൈസേഴ്സും അതുപോലെ തന്നെ അതർ സ്റ്റോറേജ് ഓർഗനൈസറും ബെഡ്റൂം ഓർഗനൈസേഴ്സ് അങ്ങനെ ആയിട്ടും എല്ലാം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെസ്ക് മേക്ക് ഓവറിൽ ഞാൻ അധികം കണ്ടൊരു സാധനമായിട്ട് ഈ ഒരു സെറ്റ് ബോർഡ്, പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. ബിക്കോസ് എനിക്ക് ഈ ഒരു ബുക്ക് ഷെൽഫ് മതിയും തോന്നി. ബിക്കോസ് ഒത്തിരി സ്പേസും പിന്നെ അങ്ങോട്ടേക്ക് വെക്കാനില്ല. ഓൾറെഡി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഓൾറെഡി ഈ ഒരു ഷെൽഫിനെ തന്നെ വാൾ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി പെറ്റ് ബോർഡും കൂടി വെച്ചത് കൊളാവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഈ ഒരു സംഭവം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, DIY സാധനമാണ് സംഭവം. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി 8 പീസസ് ഓഫ് ബോർഡാണ്, വുഡൻ ബോർഡ്സാണ്. അപ്പോൾ 2 പീസ് ലോങ്ങും 2 പീസ് മീഡിയവും അതുപോലെ തന്നെ 2 പീസ് വളരെ സ്മോൾ ആയിട്ടുള്ളതുമാണ് കേട്ടോ. ഇങ്ങനെ 3 സൈസസിലാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 8 പീസസ് ഓഫ് നട്ട് ആൻഡ് ബോൾട്ടും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയാൽ മതി. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഞാനിത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റിൻ്റെ പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഉണ്ടാക്കാം. അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രയൊക്കെ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഷേപ്പിലാക്കിയാലും വീണ്ടും നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് വേറൊരു ഷേപ്പിലോട്ടാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം ഞാൻ കണ്ടപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് സെറ്റപ്പ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 10 to 12 മിനിറ്റ്സ് എന്നൊക്കെയാണ് അവരുടെ യൂസർ മാനുവലിൽ പറയുന്നത്. പക്ഷേ എനിക്ക് സംഭവം ഒന്നും മനസ്സിലായി കുറച്ച് സമയമൊക്കെ എടുത്തു. അങ്ങനെ ഒരു 30 to 40 മിനിറ്റ്സ് ഞാൻ എടുത്തു കേട്ടോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നുമില്ല, നട്ട് ആൻഡ് ബോൾട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാൻ വേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന ഒരു ഹോളിലോട്ട് നമ്മൾ നെറ്റ് ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യണം കേട്ടോ. വേണ്ടത് ഫസ്റ്റ് പ്രോസസ്സ് അതാണ്. അതിനുശേഷം ഇതുപോലെ ബോൾട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്കി കൊടുക്കലാണ് സംഭവം. പരിപാടി സിമ്പിളാണ്. അതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോരോ ഷേപ്സ് കുറച്ച് കഷ്ടപ്പെട്ട് ഇതെന്താണ് സംഭവം, ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അവസാനം ഇമേജ് നോക്കി, സൈറ്റിലെ തന്നെ ഇമേജൊക്കെ നോക്കി എന്നിട്ടൊക്കെയാണ് ഞാൻ സംഭവം ചെയ്തത് കേട്ടോ. പക്ഷേ പിന്നീട് മനസ്സിലായി, ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ഇങ്ങനെ ബോൾട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി ആ ഒരു ഹോളിൽ. പക്ഷേ അതിന് മുന്നേ ആ ഹോളിൻ്റെ ഉള്ളിലൊരു നട്ട് പ്ലേസ് ചെയ്യണം. ഇതെല്ലാം യൂസർ മാനുവലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഓക്കെ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഏത് ഷേപ്പിലോട്ട് വരണം എന്നുള്ളത്
കംപ്ലീറ്റ്ലി നമ്മളെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈറ്റിൽ തന്നെ കണ്ട ഒരു ഇമേജ് വെച്ചിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അതുപോലെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബുക്ക് ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിരുന്നു, അതേ ഷേപ്പ് തന്നെയാണ് ഞാൻ ചെയ്തത്. ബിക്കോസ് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കുറേ പ്രൊഡക്ട്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ആക്സസറി സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാനുള്ള എല്ലാ പ്രൊഡക്ട്സും ഇതിൽ ഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് ഞാൻ കുറേ സെറ്റ് ഓഫ് ബുക്സാണ് വെക്കുന്നത്. സ്ഥിരമായിട്ട് വായിച്ചതും ഇനി വായിക്കാൻ പോകുന്നതുമായ കുറച്ച് ബുക്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഒരു ഫ്ലവർ പോട്ട്, ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഏത് ഡെസ്കിനും എസ്തെറ്റിക് ലുക്കിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെക്കുന്നൊരു സാധനമാണ് ഫ്ലവർ പോട്ട്സും ഫ്ലവേഴ്സും. പിന്നെ ഞാനൊരു ടു ഡു ലിസ്റ്റ് ബുക്ക് അതും വെച്ചു. പിന്നെ ഈ ഒരു ഷെല്ല്, ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതൊരു നൈറ്റ് ലാമ്പാണ്. അപ്പം ഈ ഒരു ഷെല്ലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ഫ്ലവർ പോട്ട്, ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ, DIY വർക്കാണിത്. പെയിൻ്റ് അടിച്ചിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചതാണ്. പിന്നെ ഫ്ലവർ, ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ കാര്യം ഞാൻ പറയല്ലോ, നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും റൂമിൽ, ഈവൺ അത് പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണെങ്കിലും വെക്കുമ്പം വേറെ തന്നെ ഒരു വൈബാണ്. നമുക്കൊരു ഫ്രഷ് ആൻഡ് എന്താ പറയുക, ഒരു എനർജറ്റിക് മൂഡാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഞാൻ ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വെക്കേഷന് ഗോവയിൽ പോയ സമയത്ത് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. പെൻ സ്റ്റാൻഡും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലും ഒക്കെ, ഈ ഒരു കപ്പും അതുപോലെ തന്നെ ഞാൻ ചെയ്തതാണ്. DIY വർക്കാണിതും. ബിക്കോസ് ഇതിൻ്റെ കളർ വേറെ ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെൻ സ്റ്റാൻഡ് എൻ്റെ റൂമിന് മാച്ച് ആവേണ്ടിയിട്ട് ബ്രൗൺ പെയിൻ്റ് അടിച്ചാണ്. വീണ്ടും പ്ലാന്റ്സ് തന്നെയാണ്. പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്സ് ഇങ്ങനെ റൂമിലൊക്കെ കാണാൻ, ഗ്രീൻ ആയിട്ട് കാണാൻ. ഈവൻ ദോ അത് ഒറിജിനൽ അല്ലെങ്കിലും, ബിക്കോസ് ഒറിജിനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. പിന്നെ കുറച്ച് ഷോ പീസ് ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പണ്ടേ നമ്മളെ കയ്യിലുള്ള ഷോ പീസ് ഐറ്റംസാണ്. പിന്നെ എന്തൊക്കെയാണോ ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് അതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചതാണ് കേട്ടോ. കുറേ ആക്സസറീസ് അങ്ങനെയാണ്. ബിക്കോസ് എനിക്ക് തോന്നി ആ ഒരു കംപ്ലീറ്റ്ലി ഒരു ബ്രൗൺ അല്ലെങ്കിൽ ക്രീം ബീജ് ആ ഒരു ഷെയ്ഡ് തന്നെ സാധനങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ ഈ ഒരു ക്യാൻഡിൽ, ഇത് മീഷോന്ന് വാങ്ങിച്ചൊരു ക്യാൻഡിലാണ്. അതിൻ്റെ സെറ്റ് ഓഫ് 3 ആണ്. പിന്നെ നമുക്കൊരു ക്ലോക്ക്, പക്ഷേ സംഭവം ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇത് എനിക്ക് ഇപ്പോഴാണത് മനസ്സിലായത്, വെച്ചപ്പോഴാണ് മനസ്സിലായത് ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ വേറെ ക്ലോക്ക് നമുക്ക് മേടിക്കുന്നത് വരെ, പുതിയ പർച്ചേസ് നടത്തുന്നത് വരെ ഞാൻ ആ ക്ലോക്ക് തന്നെയായിരിക്കും മിക്കവാറും വെക്കുക. ബിക്കോസ് അതിൻ്റെ ബാറ്ററിയും വർക്ക് ചെയ്യുന്നില്ല. ബാറ്ററി മാറ്റിയിട്ടും വർക്ക് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഇതുപോലെ കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റ നോക്കിൽ തന്നെ ഫുൾ കാണുന്ന രീതിയിൽ റാക്കായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഫൈനലി ഞാൻ വിചാരിച്ച പോലത്തെ അതേ ലുക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. പഴയ ഒരു ക്യാമറയാണ്, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഫൈനലി ഉള്ള ലുക്ക്. നമ്മളെ ടേബിൾ ലാമ്പും സൈഡിലുണ്ട്. നമ്മൾ കിൻഡർ ജോയിൻ്റെ കൂടെ കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ. അത് ചുമ്മാ ഞാനൊരു രസത്തിന് അതും അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതറിയാലോ, നമ്മൾ അൺബോക്സിങ്ങിന് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നല്ല ക്യൂട്ടായതുകൊണ്ട് ഞാനത് വെക്കുകയാണ്. മാത്രമല്ല നമുക്ക് അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പെൻ സ്റ്റാൻഡിൻ്റെ അവിടെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കാർഡ്ബോർഡ് ബട്ടർഫ്ലൈസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഗ്രീറ്റിംഗ്സ് കാർഡിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ടൈപ്പ് ബലൂൺ ടൈപ്പാണ് ആക്ച്വലി ഇത്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമേ വെച്ച് ഈ ഒരു ഷെൽ ലാമ്പിൽ കൊടുക്കാം, അതുപോലെ ഒന്ന് ക്യാൻഡിൽസിൽ ഒട്ടിച്ച് കൊടുക്കാം. ജസ്റ്റ് ചുമ്മാ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഒരു ലുക്കിന് വേണ്ടിയിട്ട്, പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി എൻ്റെ ടേബിൾ ലാമ്പ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മൊത്തത്തിൽ ഞാൻ അതിൻ്റെ മുകളിലൊരു താജ്മഹൽ പണിത് വെച്ചിട്ടാണുള്ളത്. ഇത് എങ്ങനെയാണ് പണിതത്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഇടാം. സിമ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒന്നുമില്ല, ക്രീപ്പർ പ്ലാന്റ്സ് ഇല്ലേ, നമ്മുടെ സ്വന്തം ക്രീപ്പർ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് ജസ്റ്റ് അതിൻ്റെ ചുറ്റും ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ളി കവർ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ്സ് കാർഡിൽ നിന്ന് കിട്ടിയ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈസ് നമുക്ക് ഉണ്ടാക്കാം. ബിക്കോസ് നമുക്കറിയാമല്ലോ ഓൺലൈനിൽ ഫുൾ ഇപ്പോൾ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കേണ്ടതെന്ന്. പെയിൻ്റൊക്കെ അടിച്ച് കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു യെല്ലോയിഷ് ബട്ടർഫ്ലൈസ് ഓൾഡ് ഗ്രീറ്റിംഗ് കാർഡ്സ് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിൻ കലാപരിപാടിയിലേക്ക് പോകാം. അത് വേറൊന്നുമല്ല, ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ഒരു ഷോക്കേസ്, അതിനൊരു ബോർഡർ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ശരിക്കും ആ ഒരു ക്രീപ്പർ പ്ലാന്റ്സ്. ഈ ഒരു ക്രീപ്പർ പ്ലാന്റ്സ് ഫുൾ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് ആ ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഗ്രീൻ പ്ലാന്റ്സ് ഇങ്ങനെ റൂം ഫുള്ളായിട്ട് കാണാൻ നല്ല ഇഷ്ടമാണ്. ഈവൺ അത് ഒറിജിനൽ അല്ലെങ്കിൽ പോലും. ബിക്കോസ് ഒറിജിനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ പ്ലാസ്റ്റിക് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
ഇതിൽ ഞാൻ ചെയ്യുന്നൊന്നുമില്ല, നമ്മുടെ LED കോപ്പർ വയർ ലൈറ്റ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ കോപ്പർ വയറിലുള്ള ലൈറ്റ്സ്. അപ്പോൾ അത് ഓൾറെഡി വീട്ടിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ പരിപാടി സിമ്പിളാണ്. കോപ്പർ ഫെയറീസ് ഈ ഒരു സ്ട്രിങ് ലൈറ്റ്സ് ഉണ്ടല്ലോ, അപ്പം ഇത് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ആ വൈനിൻ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഇതും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ടേപ്പ് കൊടുത്ത് ഒട്ടിച്ചിട്ട് ഫുള്ളി കംപ്ലീറ്റ്ലി ആയൊരു സ്ട്രിങ്ങിനെ ഇതുപോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്, ക്രീപ്പർ പ്ലാന്റിന് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇത് ക്രീപ്പർ പ്ലാന്റ് സിംപ്ലി നമ്മൾ ബോർഡർ കൊടുക്കുന്നതിന് പകരം അതിൻ്റെ സൈഡിലൊരു LED ലൈറ്റും കൂടി വരുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവും, നൈറ്റിലൊരു ലുക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പം സംഭവം എനിക്കിഷ്ടമായിന്. ചെയ്ത് വന്നപ്പോൾ വേർത്തിട്ടായിരുന്നു, കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അത് വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഞാൻ ഡെസ്കിന് ബോർഡർ കൊടുത്തതിന് ശേഷം നൈറ്റ് ലൈറ്റ് സൂപ്പറായിരുന്നു. നൈറ്റിൽ കംപ്ലീറ്റ് ലൈറ്റും ഓഫ് ചെയ്ത് ഇത് മാത്രം ഷൈൻ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബോർഡർ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെലോ ടേപ്പാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഡെസ്ക് മേക്ക് ഓവറിൽ ഈ ടേബിളിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും താഴെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ റൂം മേക്ക് ഓവർ വീഡിയോയിൽ കവർ ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് വീഡിയോ ആവും. അപ്പോൾ ഓരോ സെറ്റപ്പ്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഡെസ്ക് മേക്ക് ഓവറിൽ ഞാൻ കാണിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബെഡ്റൂം മേക്ക് ഓവറിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. റൂം ടൂർ സംഭവത്തിൽ നമുക്കിതൊക്കെ കാണിക്കാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ. ഇപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ ഞാൻ കുറേ സാധനം എൻ്റെ ഐഡിയാസിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. പക്ഷെ സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെ തന്നെ വന്നു. ബിക്കോസ് എൻ്റെ റൂം ബ്രൗൺ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബ്രൗൺ ആണ് കംപ്ലീറ്റ്ലി എൻ്റെ റൂമിൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. റൂം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്രൗൺ ഈ ഒരു BJ ആ ഒരു ഷെയ്ഡിൽ തന്നെ സംഭവം ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലേ എൻ്റെ റൂമിൻ്റെ ഫേർണിച്ചേഴ്സും ഒക്കെ ആയിട്ട് മാച്ച് ആവുള്ളൂ, കേർട്ടൻസും ആയിട്ട്. അപ്പോൾ സംഭവം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നൈറ്റ് വ്യൂവും കൂടി ഞാനൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് കേട്ടോ അതിൻ്റെ നൈറ്റ് വ്യൂ. ഇനി അതിനുശേഷം എല്ലാവരും കണ്ടുമടുത്തൊരു സാധനം തന്നെയായിരിക്കും ഈ ഒരു സൺസെറ്റ് ലാമ്പ്. സൺസെറ്റ് ലാമ്പ് വെച്ചിട്ടും ഞാൻ നൈറ്റിൽ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ ലൈറ്റ്സൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ ലൈറ്റ്സൊക്കെ ആയിട്ട് റൂം നൈറ്റിൽ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സൺസെറ്റ് ലാമ്പിൻ്റെ എഫക്റ്റും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധനം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡെസ്ക് മേക്ക് ഓവർ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റുന്നതൊക്കെ ഞാൻ ക്ലിയർലി വിശദമായിട്ട് എൻ്റെ ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഒരു കോസി വൈബൊക്കെ ആയ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ ആയത്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.